ഞങ്ങളെ തട്ടിമറിച്ചിട്ട് അവിടുന്ന് കല്ലെടുത്ത് എറിയാണ് ചെയ്തത്. ബാക്കിൽ നിന്ന് വന്ന് ഒരുപാട് പേര് തള്ളുന്നുണ്ടായിരുന്നു. എന്നിട്ട് മാറി നിന്നിട്ടും ഫ്രണ്ടിൽ നിന്ന് കല്ലെറിഞ്ഞതാണ്. അതെ അതെ, ഞങ്ങൾ വർക്കല SM കോളേജ്. വൈസ് ചെയർപേഴ്സൺ ആരാണ്? ഈ വൈസ് ചെയർപേഴ്സൺ പേരെങ്ങനെയായിരുന്നു? ആമിന ബ്രോഷ്. ഈ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. ശരിക്കും ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം നമ്മൾ നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോൾ തന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് വൈസ് ചെയർപേഴ്സൺ എന്ന പോസ്റ്റിലേക്ക് നമ്മൾ നോമിനേഷൻ കൊടുക്കുന്നത് തന്നെ. നമ്മൾ നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോൾ തന്നെ SFIക്കാർ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരം ജില്ലാ വൈസ് ചെയർപ്രസിഡന്റായ സെയ്ദലി വർക്കലേനെ അന്ന് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ അവസാനം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് ഇലക്ഷൻ ദിവസം നടന്നത്. ഇലക്ഷൻ ജയിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം സെനറ്റ് ഇലക്ഷന് വേണ്ടി ആൾക്കാർ അകത്ത് കയറിയ സമയം അവിടെ പോലീസ് അടിച്ച് മുറിവ് പറ്റിയതിന് KSUക്കാരാണ് അടിച്ചു എന്ന നിലപാടിൽ അവർ നമ്മുടെ കൊടികൾ കത്തിച്ചു. അത് പോലീസ് അടിച്ച് മുറിവ് വന്ന് അവിടെ നിന്ന് എല്ലാവരും സാക്ഷിയായി കണ്ട കാര്യമാണ്. അതിനാണ് അവർ KSUക്കാർ അടിച്ചു എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കല്ലേറല്ലാണ്ട് കായികമായി നേരിട്ടുണ്ടോ? അവരെല്ലാം ഉപദ്രവിച്ചിട്ടുണ്ടോ? സെനറ്റ് ഹാളിൽ ഇരുന്നപ്പോ കാല് മാറ്റിയിട്ട് അവർ ഒരുപാട് നേരം ബാക്കിൽ ഇത് ചവിട്ടിട്ടുണ്ടായിരുന്നു. ചവിട്ടിക്കൊണ്ട് നിൽക്കവേ ഞാൻ ഫ്രണ്ടിലോട്ട് നീങ്ങുമ്പോഴും വീണ്ടും കാലിട്ട് ചവിട്ടി എന്റെ പുറകെ വന്ന് നിന്നിട്ട് ഒരുമാതിരി വീശ എന്റെ പുറത്തോട്ട് കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ കേരള യൂണിവേഴ്സിറ്റി ഈ വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ MLA ഹോസ്റ്റലിന് മുൻപിലത്തെ റോഡിൽ KSU പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇതിന് പുറത്തുണ്ട്. കേരള സർവകലാശാല ആസ്ഥാനത്തിന്റെ കോമ്പൗണ്ടിനകത്ത് SFI പ്രവർത്തകരുമുണ്ട്. വലിയ സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ വലിയ സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലേറടക്കമുള്ള കാര്യങ്ങളും സംഘർഷങ്ങളും അകത്തുണ്ടായി. മാറിയതിൽ സംഘർഷാവസ്ഥ പൂർണ്ണമായെന്നില്ല.